أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير 29ാമത്തെ ജുസ് ആണ്. ഈ ജുസുവിൻ്റെ ആദ്യത്തെ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. 30 ആയത്തുകളും 2 റുക്കുകളുമാണുള്ളത്. ഈ സൂറത്ത് മക്കിയാണ്. ഇനിയുള്ള സൂറത്തുകളെല്ലാം തന്നെ ഏകദേശം മക്കിയാണ്. ഇടയ്ക്ക് മദനി സൂറത്തുകളുണ്ട്. കൂടുതലും മക്കിയായ സൂറത്തുകളാണ് ഇനി കൂടുതലും വരാനുള്ളത്. ഈ സൂറത്തിന് ഹദീസുകളിൽ ഒരുപാട് മഹത്വം ഇതിൻ്റെ വന്നിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ് ഇമാം അബൂ ദാവൂദ്, തിർമിദി, നസായി റഹിമഹുമുള്ള റിവായത്ത് ചെയ്യുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ 30 ആയത്തുകളുണ്ട്. അതൊരാൾ ഓതുകയാണ് എങ്കിൽ ആ ആയത്തുകൾ അയാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ്. അയാളുടെ പാപമോചനത്തിന് വേണ്ടി ആയത്തുകൾ അയാൾക്ക് വേണ്ടി എന്ത് ചെയ്യും? ശുപാർശ ചെയ്യും. ആ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അടിസ്ഥാനപരമായി ഈ സൂറത്തിൽ 3 വിഷയങ്ങളാണ് പ്രതിപാദിക്കുന്നത്. ഒന്ന്, ആകാശഭൂമിയുടെ പരമാധികാരം അല്ലാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ്. മനുഷ്യന് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും, ജീവിതം, മരണം, സമ്പത്തുണ്ടാകുക, ദാരിദ്ര്യമുണ്ടാകുക, മഹത്വമുണ്ടാകുക, നിസാരതയുണ്ടാകുക, എന്തെല്ലാം ഒരു മനുഷ്യന് നടക്കുന്നു അത് മുഴുവനും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ളതാണ് ഒന്നാമത് പ്രതിപാദിക്കുന്ന കാര്യം. അതുപോലെ തന്നെ ഭൂമിയിൽ സഞ്ചരിക്കാനുള്ള മനുഷ്യന് പാതകൾ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തു. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് അന്തരീക്ഷത്തിൽ പക്ഷികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു നിർത്തുന്നു എന്ന് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും, മനുഷ്യൻ്റെ എല്ലാ ഉപജീവനങ്ങളും, എല്ലാ ജീവികൾക്കുള്ള ഉപജീവന മാർഗമെല്ലാം അള്ളാഹു നിശ്ചയിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം. ഇതിലെ ആയത്ത് നമ്പർ പരിശോധിക്കുമ്പോൾ 1, 2, 13, 14, 15 ആയത്തുകളിൽ ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് പരാമർശിക്കുന്നത്. രണ്ടാമതായിട്ട് അള്ളാഹുവിൻ്റെ ഉണ്മ, അവൻ്റെ അസ്തിത്വം, അതിനുവേണ്ടിയുള്ള ഭൗതികമായ തെളിവുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത്. 3, 5 ആയത്തുകളിൽ ആ വിഷയങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത്. മാത്രമല്ല മനുഷ്യനോട് അതെല്ലാം ഒന്ന് നോക്കാൻ പറയുന്നു. ഇതൊക്കെ കണ്ട് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. മൂന്നാമത്, ഖിയാമത്തിനെ നിഷേധിച്ച് തള്ളുന്നവർക്കുള്ള നരകത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. അവർക്ക് നരകത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്ന ഭാഗങ്ങളാണ് മൂന്നാമതുള്ളത്. അപ്പോൾ ആ നരകത്തിൻ്റെ വിശേഷണം, അതായത് നരകത്തെ സംബന്ധിച്ച് അള്ളാഹു പറയുകയാണ്, അതിന് കോപം കാരണം അത് 2 പിളരാൻ പോലും അടുത്തിരിക്കുന്നു, 2 പിളരും അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന അവസ്ഥയിൽ ആ നരകം. അപ്പോൾ ഇതിൻ്റെ ആ ഭയാനകത അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്ന ഭാഗങ്ങളാണ് ഇതിൻ്റെ മൂന്നാമതായിട്ടുള്ള ഭാഗം. ഈ 3 കാര്യങ്ങളാണ് ഈ സൂറത്തിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനമായി നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അത് വെള്ളമാണെങ്കിലും അതുപോലെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അള്ളാഹു നമുക്ക് നൽകിയതാണ്. അതെങ്ങാണം വറ്റിപ്പോയാൽ നമുക്ക് പിന്നെ ആരാണ് നമുക്ക് നല്ല വെള്ളം, തെളിമയുള്ള വെള്ളം കൊണ്ടുവരുന്നവൻ ആരാണ് എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുകയാണ്. അടുത്തത് സൂറത്തുൽ ഖലമാണ്. സൂറത്തുൽ ഖലം മക്കിയായ സൂറത്താണ്. 52 ആയത്തുകളും 2 റുക്കുകളുമാണ് ഈ സൂറത്തിലുള്ളത്. സൂറത്തിൻ്റെ തുടക്കം തന്നെ ആദ്യം മുഖത്താഅത്തിൻ്റെ ഹുറൂഫുകളിൽപ്പെട്ട നൂൻ കൊണ്ട് തുടങ്ങുന്നു. അതിൻ്റെ ഉദ്ദേശം അള്ളാഹുവിന് മാത്രമേ, അത് ഏറ്റവും നല്ലതുപോലെ അറിയാവുന്നവൻ അള്ളാഹു മാത്രമാണ്. അത് കഴിഞ്ഞ് ഈ സൂറത്തിൻ്റെ പ്രത്യേകത, ഇതിൽ അള്ളാഹു പേനയെ കൊണ്ട് സത്യം ചെയ്യുകയാണ്. പേനയും അത് എഴുതുന്നവയും കൊണ്ടാണ് സത്യം ചെയ്യുന്നത്. അപ്പം അതെന്താണ് പേനയെ കൊണ്ട് സത്യം ചെയ്യുക? കാരണം പേന എന്നത് അള്ളാഹു നമുക്ക് മനുഷ്യവർഗത്തിന് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഒരു ഹദീസിൽ കാണാൻ കഴിയും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം സൃഷ്ടിച്ചത് പേനയാണെന്നാണ്. അതിനുശേഷം ആ പേനയോട് അള്ളാഹു പറയുകയാണ്, നീ എഴുത് എന്ന് പറയുന്നു. പേന പറയുന്നു, ഞാൻ എന്തെഴുതാനാണ്? അപ്പോൾ പറയുന്നു, അള്ളാഹു അവൻ്റെ തീരുമാനങ്ങളെക്കുറിച്ച് എഴുതാൻ പറയുന്നു. അങ്ങനെ ആ പേന ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും എഴുതി വെക്കുന്നു. അപ്പം ഇത്
മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക ജീവിതം, തങ്ങൾ ഏതൊരു പ്രദേശത്താണോ ഏതൊരു സമുദായത്തിലാണോ താങ്കൾ അയക്കപ്പെട്ടത് അവിടെ പേനയ്ക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. എഴുത്തും വായനയും വലിയ പ്രസക്തിയുള്ള ഒരു നാടായിരുന്നില്ല അത്. അതുകൊണ്ട് അവിടെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ഉമ്മിയീൻ എന്നാണ് പറഞ്ഞിരുന്നത്, എഴുത്തും വായനയും അറിയാത്തവർ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂല, ഉമ്മിയീങ്ങളിലാണ് ഒരു റസൂലായിട്ട് നബി തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പേനയെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്യണമെങ്കിൽ ആ പേന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അസ്തിത്വം, അവൻ്റെ ചരിത്രം അടുത്ത തലമുറയ്ക്ക് മാറാനുള്ള ഏക മാർഗമാണ് പേന എന്നത്. അതുകൊണ്ടാണ് പേനയെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സത്യം ചെയ്തത്. ഇതുപോലെ തന്നെ ഈ സൂറത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 അടിസ്ഥാന ഘടകങ്ങളാണ് ഈ സൂറത്തിലും പറയുന്നത്. സൂറത്തുൽ മുൽക്കിലും 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഇതിലും 3 കാര്യങ്ങളാണ് പറയുന്നത്. അതിലൊന്നാമത്തേത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വവും സ്ഥാനവുമാണ് ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നത്. മക്ക മുശ്രിക്കീങ്ങൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭ്രാന്തനാണെന്നും ഒക്കെ ആക്ഷേപിച്ചിരുന്നതിന് മറുപടിയുമായിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹം കാരണം ഒരു ഭ്രാന്തുമില്ല, താങ്കൾക്ക് എണ്ണമറ്റ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സൂറത്തിൽ പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ താങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉയർന്ന സ്വഭാവത്തിനുടമയാണ്. കാരണം തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ്റെ തഫ്സീറാണ് തങ്ങളുടെ സ്വഭാവം. ചുരുക്കി പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു തആലയുടെ റിവായത്ത് മുമ്പ് നമ്മളിത് പ്രതിപാദിച്ചതാണ്. കാന ഖുലുഖുൽ ഖുർആൻ, തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു. അപ്പോൾ ഈ പരിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനമാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമെന്നും ഈ സൂറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. രണ്ടാമത്തേതായി ദരിദ്രരുടെ കടമകൾ, അത് മറന്ന് ജീവിക്കരുത്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ കൃത്യമായി ദരിദ്രർക്കും അതിനകത്തൊരു പങ്ക് നമ്മൾ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം, അത് നിർവഹിക്കണം. അത് മറന്ന് ജീവിക്കാൻ പാടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു സംഭവത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അത് ഒരു വ്യക്തിക്ക് നല്ല സമ്പത്തുള്ള, ഒരുപാട് കൃഷിയുള്ള ഒരു വ്യക്തി, അദ്ദേഹം വിളവെടുക്കുന്ന സമയത്ത് എല്ലാവർക്കും, ആ നാട്ടിലുള്ള ദരിദ്രരായ എല്ലാവരുടെയും കടമകൾ കൃത്യമായി പൂർത്തിയാക്കിയിരുന്നു, എല്ലാവരെയും പരിഗണിച്ചിരുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തി അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് തൻ്റെ മക്കളോട് പ്രത്യേകം വസിയത്ത് ചെയ്തിട്ട് പോകുന്നു, നമ്മുടെ സ്വത്തിൽ ദരിദ്രർക്കും വലിയൊരു അവകാശമുണ്ട്, അപ്പോൾ അവർക്ക് കൃത്യമായി അവരുടെ അവകാശങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ട് പോകുന്നു. എന്നാൽ ആ മക്കൾ, പിതാവ് മരണപ്പെട്ടതിന് ശേഷം ആ സ്വത്ത് കൈക്കലാക്കിയ മക്കൾ അതിന് തയ്യാറാകുന്നില്ല. അവർ പരസ്പരം കൂടിയാലോചിക്കുന്നു, എന്തിനാണ് നമ്മൾ നമ്മുടെ സ്വത്ത് പാവങ്ങൾക്ക് കൊടുക്കുന്നത്, അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുമല്ലോ എന്ന് ധാരണയിൽ ഇവർ പരസ്പരം എന്ത് ചെയ്യുന്നു, കൂടിയാലോചന നടത്തിയതിന് ശേഷം അതിരാവിലെ വിളവെടുക്കാൻ വേണ്ടി പോകുന്നു. കാരണം ദരിദ്രരെല്ലാം ആ ഭാഗത്ത് അവിടെ വിളവെടുക്കുന്നത് അറിഞ്ഞുകൊണ്ട് ദരിദ്രർ വരുന്നതിന് മുമ്പ് തന്നെ ഇവരെന്ത് ചെയ്യുന്നു, ആ കൃഷിസ്ഥലത്തേക്ക് അതിരാവിലെ പുറപ്പെടുകയാണ്. ആരും വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ വിളവും എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി. പക്ഷെ അള്ളാഹുവിൻ്റെ പരീക്ഷണം വരുന്നു. അവരവിടെ വരുമ്പോഴത്തേക്ക് അത് തരിശായി, ഒന്നുമില്ലാതെ എല്ലാം തരിപ്പണമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സംഭവം അറബികളിൽ വളരെ പ്രസിദ്ധമായ സംഭവമാണ്. ഇത് മുഫസ്സിരീങ്ങൾ പറയുന്നത് യമനിലെ സനാ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ യമനിലെ സനാ കഴിഞ്ഞ് ലർവാൻ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, ആ ഭാഗത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് നടന്ന സംഭവമാണ്. ഈ സംഭവത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയം എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ ഖിയാമത്ത് നാളിൽ കാഫിരീങ്ങളോട് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അവരെ കൊണ്ടത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. യൗമ യുക്ഷഫു അൻ സാഖ്, ഇതിനെക്കുറിച്ച് ഇതൊരു അറബിയിലൊരു പ്രയോഗമാണെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അതായത് ആ ഭയാനകരമായ ദിവസത്തെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടി പറയുന്നതാണെന്നും, അതല്ല ഇത് അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണ്, ഇതിൻ്റെ രൂപം എന്താണെന്നൊന്നും നമുക്കറിയില്ല, ഇതെങ്ങനെയാണെന്നും നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു സിഫത്ത് ലാഹിറാകുമ്പോൾ ജനങ്ങളോട് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ കാഫിരീങ്ങൾക്ക് ആ ദിവസം എന്ത് ചെയ്യാൻ പറ്റില്ല, സുജൂദ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള 3 വിഷയങ്ങളാണ് ഈ സൂറത്തിൽ പ്രധാനമായും പറയുന്നത്. പിന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തെ എടുത്ത് പറയുന്ന ഭാഗത്ത് തങ്ങളെ സമാശ്വസിപ്പിച്ചുകൊണ്ട് തങ്ങൾക്കെതിരെ കള്ളസത്യം ചെയ്ത്
മോശമായ വർത്തമാനം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ താങ്കൾ മൈൻഡ് ചെയ്യേണ്ട, അവരുടെ പിറകെ താങ്കൾ പോകണ്ട എന്നൊരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അതിന് മുഫസ്സിരീങ്ങൾ പല ആൾക്കാരുടെ പേര് അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പേര് പറയേണ്ട, കൃത്യതയമായി ഓരോ വ്യക്തികളെ പറയേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ഒരുപാട് പേര് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്ങനെ ആക്ഷേപിക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആക്ഷേപത്തിന് താങ്കൾ ചെവി കൊടുക്കണ്ട എന്നും കൂടെ ഈ സൂറത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു നിർദ്ദേശിക്കുന്നു. അടുത്ത സൂറത്ത് സൂറത്തുൽ ഹാക്കയാണ്. ഇതും മക്കി സൂറത്താണ്. 52 ആയത്തുകളും 2 റുക്കുകളുമാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്ത് ഹാക്ക എന്ന് പറഞ്ഞാൽ തന്നെ ഖിയാമത്ത് നാൾ എന്ന് തന്നെയാണ്. ഈ ഖിയാമത്ത് നാളിൻ്റെ മറ്റൊരു പേര് തന്നെയാണ് ഹാക്ക എന്നത്. ഇതിൻ്റെ ഭാഷാർത്ഥം എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെട്ട ഒരു സംഭവം, സ്ഥിരപ്പെട്ട ഒരു സംഭവം എന്നാണ്. സ്ഥിരപ്പെട്ട കാര്യങ്ങൾക്കാണ് എന്ത് പറയുന്നത്? ഹാക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഖിയാമത്ത് നാൾ സ്ഥിരപ്പെട്ടതായതുകൊണ്ട് അതിനും ഹാക്ക എന്ന പേരെന്ത് ചെയ്യും? പറയും. അപ്പോൾ ഈ സൂറത്ത് തുടങ്ങുന്നതിനാൽ ഹാക്കത്തു മൽ ഹാക്ക, ആ സംഭവം എന്താണ് എന്നുള്ള ചോദ്യത്തിലൂടെയാണ് ഈ സൂറത്ത് എന്ത് ചെയ്യുന്നത്? തുടങ്ങുന്നത് തന്നെ. ഈ സൂറത്തിൻ്റെ പ്രധാന പ്രമേയം തന്നെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിനെ സ്ഥാപിക്കുക. തുടക്കത്തിൽ ഖിയാമത്തിൻ്റെ ഭയാനകമായ സംഭവങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മുൻകഴിഞ്ഞ വലിയ വലിയ സമുദായങ്ങൾ, അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല തരിപ്പണമാക്കിയ സമൂദ്, ആദ്, ലൂത്ത്, അപ്പോൾ ഇവരുടെ അന്ത്യം എങ്ങനെയായിരുന്നു, അള്ളാഹു ഇവരെ നശിപ്പിച്ചത് എങ്ങനെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഖിയാമത്തിന് മുമ്പായി സംഭവിക്കാൻ പോകുന്ന ചില സംഭവ വികാസങ്ങൾ, സൂറെന്ന കാഹളം മുഴങ്ങുന്നു, അതുപോലെ തന്നെ ഭൂമിയും പർവ്വതങ്ങളെല്ലാം തരിപ്പണമാകുന്നു, ആകാശമൊക്കെ പൊട്ടിപ്പിളരുന്നു, മലക്കുകൾ താഴേക്ക് ഇറങ്ങി വരുന്നു. ഇങ്ങനെയുള്ള ആ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട ആ സംഭവങ്ങൾ ഈ സൂറത്തിൽ നമുക്ക് കാണാൻ കഴിയും. ശേഷം ജനങ്ങളെ ഒന്നടങ്കം അള്ളാഹുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടുന്നു. അതിനുശേഷം വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവർ, അവരാണെങ്കിൽ സന്തോഷത്തോടുകൂടെ, ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ബാക്കിയുള്ളവരോട് സന്തോഷത്തോടുകൂടെ ഞങ്ങളുടെ കിതാബ് വായിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞ് സന്തോഷം പ്രകടിപ്പിക്കുന്നൊരു സാഹചര്യം. വേറൊരു ഗ്രൂപ്പ് ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവർ, അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമമായിരിക്കും. അവർ പറയും, ഞങ്ങളുടെ കിതാബ് ഞങ്ങൾക്ക് കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. കിട്ടുന്നതിന് മുമ്പ് പ്രതീക്ഷിച്ചിരുന്നു കിതാബ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാമെന്ന്. കിട്ടിയപ്പോൾ അതിനകത്ത് അമലുകൾ നോക്കുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഇത് കിട്ടാതിരുന്നെങ്കിൽ എത്രയോ നന്നായിപ്പോയേനെ, അല്ലെങ്കിൽ മരണത്തോടു കൂടെയെല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിപ്പോയേനെ. ഈ ഹിസാബും ഈ കിതാബും ഒന്നുമില്ലാതെ മരണത്തോടു കൂടെ ഇതെല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിപ്പോയേനെ എന്നിങ്ങനെ എന്ത് ചെയ്യും? അവരിങ്ങനെ വിഷമിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം ജീവിതത്തിൽ പരാജയപ്പെട്ടവരുടെ 2 അടയാളങ്ങൾ പരിശുദ്ധ ഖുർആൻ ഇവിടെ എടുത്തു പറയുന്നു. ഒന്ന്, അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരല്ല. രണ്ടാമത്തേത്, പാവങ്ങളെ ഭക്ഷിപ്പിക്കുന്നതിൽ അവരെന്ത് ചെയ്യുന്നില്ല? പ്രേരണ കൊടുക്കുന്നില്ല, അതിൽ താല്പര്യം കാണിക്കുന്നില്ല, അതിനകത്ത് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നില്ല. ഇത് വലിയൊരു കാര്യമാണ്. നിർദ്ധരരായ പാവപ്പെട്ടവരുടെ കാര്യം നോക്കുക എന്നത്. അതിൽ ശ്രദ്ധ കൊടുക്കാത്തവർ നാളെ ആഖിറത്തിൽ പരാജയപ്പെട്ടു പോകും. ശേഷം ഖുർആൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ അടുക്കലേക്ക് കൊണ്ടുവന്ന ഒരു സത്യ സന്ദേശമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുകയാണ് ബാക്കിയുള്ള ഭാഗം. അതിനുശേഷം ഇത് നബിതങ്ങൾ കെട്ടിച്ചമച്ച് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ നബിതങ്ങളെപ്പോലും അള്ളാഹു പിടികൂടുമായിരുന്നു എന്ന താക്കീതോടുകൂടെ ഈ സൂറത്ത് എന്ത് ചെയ്യുന്നു? അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് ഇത് ഗുണപാഠമാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്നും, അതുപോലെ തന്നെ കാഫിരീങ്ങൾക്ക് തീരാ നഷ്ടവുമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് എന്ത് ചെയ്യുകയാണ്? അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞ് സൂറത്തുൽ മആരിജാണ്. ഇതും മക്കിയായ സൂറത്താണ്. 44 ആയത്തും 2 റുക്കുകളുമാണ് ഈ സൂറത്തിലുള്ളത്. ഇതിൻ്റെ തുടക്ക ഭാഗം കാഫിരീങ്ങൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തെ പരിഹസിച്ച് തള്ളിയ ഭാഗം. അപ്പം അവർ വരാനുള്ള ശിക്ഷ പെട്ടെന്ന് വന്നാൽ കൊള്ളാമായിരുന്നു, എന്താ താങ്കൾ ഈ മുന്നറിയിപ്പ് നൽകിയ ശിക്ഷയൊന്നും വരുന്നില്ലല്ലോ, അത് ദുനിയാവിൽ തന്നെ വന്നിരുന്നെങ്കിൽ കാര്യം തീരുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിച്ച് തള്ളുന്നൊരു ഭാഗമാണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്തിൻ്റെ രംഗം വിശദീകരിക്കുകയാണ്. അന്ന് പാപികളുടെ അവസ്ഥ എന്താണ് എന്നും ആ രംഗം കൃത്യമായി വിവരിക്കുന്നു. ആകാശം എണ്ണയുടെ മട്ട് പോലെയായിത്തീരും. അതുപോലെ തന്നെ പർവ്വതങ്ങൾ
പല നിറങ്ങളിലുള്ള പഞ്ഞി പോലെ ഇങ്ങനെ പാറിപ്പറക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. ഈ രീതിയിൽ ആകാശഭൂമികളുടെ അവസ്ഥ ഇങ്ങനെയായിരിക്കും. അന്ന് സുഹൃത്തുക്കളോ കുടുംബക്കാരോ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷണം പോലും നടത്തില്ല. എൻ്റെ പിതാവ് എവിടെ, എൻ്റെ മകൻ എവിടെ, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ എവിടെ എന്നൊരു അന്വേഷണം ഒന്നും തന്നെ ഉണ്ടാകില്ല. ഇതിനുശേഷം മനുഷ്യൻ്റെ നേച്ചർ പറയുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. പൊതുവേ മനുഷ്യൻ്റെ നേച്ചർ അനുഗ്രഹം വന്നു കഴിഞ്ഞാൽ അവൻ അഹങ്കരിക്കുകയും പിശുക്ക് കാണിക്കുകയും സമ്പത്തിൽ മതിമറക്കുകയും ചെയ്യുന്നൊരവസ്ഥ. എന്നാൽ എന്തെങ്കിലുമൊക്കെ മുസീബത്തോ എന്തെങ്കിലുമൊക്കെ വിപത്തോ ഉണ്ടായിക്കഴിഞ്ഞാൽ ആകെ പരിഭ്രാന്തി പിടിക്കുന്നൊരവസ്ഥ. ഇത് മനുഷ്യൻ്റെ നേച്ചറാണ്. എന്നാൽ ഇതിന് അപവാദമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കരിക്കുന്നവരുടെ കാര്യം എടുത്തു പറയുന്നുണ്ട്. 8 ഗുണങ്ങളുള്ള ആൾക്കാരെക്കുറിച്ച്. അവരിതിന് അപവാദമാണ്. അവരങ്ങനെ ഒരിക്കലും സമ്പത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അഹങ്കരിച്ച് ലുബ്ധത കാണിക്കുന്നവരൊന്നും ആയിരിക്കില്ല. അപ്പോൾ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു മാറ്റുകയാണ്. ഒന്ന്, നമസ്കാരത്തിൽ കൃത്യനിഷ്ഠതയുള്ളവരാണ്. അതുപോലെ തന്നെ ചോദിച്ചു വരുന്നവർക്കും, അതുപോലെ തന്നെ അഭിമാനം കാരണം മറ്റവരോട് ചോദിക്കാത്തവരും ഉണ്ടാവും. പക്ഷേ അവരാവശ്യക്കാരാണ്. പക്ഷെ അവരുടെ അഭിമാനം സമ്മതിക്കുന്നില്ല മറ്റുള്ളവരോട് പോയിട്ട് ചോദിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും അതും മനസ്സിലാക്കി കൃത്യമായി ചെലവഴിക്കുക. അതുപോലെ തന്നെ ഖിയാമത്ത് നാളിനെ കൊണ്ട് വിശ്വസിക്കുന്നു, അത് വാസ്തവീകരിക്കുന്നു. അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരാണവർ. അതുപോലെ തന്നെ അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ അവർ സൂക്ഷിക്കുന്നു. ശേഷം കരാറുകളും അമാനത്തുകളും അവർ കൃത്യമായി സൂക്ഷിക്കുന്നവരാണ്. അമാനത്ത് എന്ന് പറയുമ്പോൾ വിശാലമായ അർത്ഥമാണുള്ളത്. അപ്പോൾ അതെല്ലാം കൃത്യമായി അവരെന്ത് ചെയ്യുന്നുണ്ട്, അതെല്ലാം സൂക്ഷിക്കുന്നവരാണ്. അതുപോലെ തന്നെ അവർ സത്യമായ നിലയിൽ മാത്രമേ സാക്ഷി നിൽക്കുകയുള്ളൂ, കള്ളസാക്ഷിത്വം നിൽക്കുന്നവരല്ല അവർ. അതുപോലെ തന്നെ അവരുടെ നമസ്കാരങ്ങൾ അതിൻ്റെ കൃത്യമായ സമയങ്ങളും അതുപോലെ തന്നെ സമയനിഷ്ഠയോടുകൂടെയും അതിൻ്റെ മുസ്തഹബാത്തുകളും അതിൻ്റെ ആദാബുകളും എല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരാണവർ എന്നുള്ള 8 വിശേഷണങ്ങൾ അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർ ഒരിക്കലും മതിമറക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവർ സ്വർഗത്തിൽ ഏറ്റവും ആദരണീയരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതിനുശേഷം സത്യനിഷേധികളെ ഖണ്ഡിക്കുകയും ആഖിറത്തിൽ അവരുടെ ദയനീയമായ അവസ്ഥ, ആ സാഹചര്യം വിവരിച്ചുകൊണ്ട് ഈ സൂറത്ത് അവസാനിക്കുകയാണ്. അടുത്ത സൂറത്ത് സൂറത്തു നൂഹാണ്. ഇതും മക്കി സൂറത്താണ്. 28 ആയത്തുകളും 2 റുക്കുകളുമാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്തിൻ്റെ തുടക്കം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവമാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദഅവത്ത്, അതിലാ കൗമിൻ്റെ പ്രതികരണം. ആ കൗമിൻ്റെ പ്രതികരണം ഒരു രീതിയിലും ഒരു പോസിറ്റീവായ പ്രതികരണം ഒരിക്കലും ആ കൗമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. 950 വർഷം ബഹുമാനപ്പെട്ട നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് നടത്തി. ആ ദഅവത്ത് നടത്തി ഓരോ കാര്യങ്ങൾ തൻ്റെ കൗമിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു, ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ അവരാരും അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല. വളരെ ചെറിയൊരു സംഘം ഒഴിച്ചു. ഇതിൽ തന്നെ എടുത്തു പറയുന്നൊരു കാര്യമാണ് ഇസ്തിഗ്ഫാർ. തൻ്റെ സമുദായത്തോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ ആവശ്യപ്പെടുകയും അതിൻ്റെ പ്രയോജനം ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൊന്നാമത്താണ് നല്ലതുപോലെ മഴ കിട്ടുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മഴ തന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ സമ്പത്തിലും സന്താനങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകുക, സന്താനങ്ങളെ കൊണ്ടും സമ്പത്ത് കൊണ്ടുമുള്ള ഐശ്വര്യം നമുക്ക് ഇസ്തിഗ്ഫാറിലൂടെ ഉണ്ടാകും എന്ന് ബഹുമാനപ്പെട്ട നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കൗമിനെ എന്ത് ചെയ്യുന്നു, പരിചയപ്പെടുത്തുന്നു. ഇതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കുദറത്തുകളെ ഓരോന്നോരോന്നായിട്ട് ഇതിനകത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആ ദഅവത്ത് നടത്തിയ ശേഷവും ആ കൗമിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വളരെ മോശമായതുകൊണ്ട് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്, ഈ സമുദായത്തെ നീ ഒരാളെപ്പോലും നീ ബാക്കിയാക്കിയേക്കരുതേ, നശിപ്പിച്ച് കളയണേ. കാരണം ഇവരെ നീ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇവർ അടുത്ത തലമുറയെ നശിപ്പിച്ച് കളയും, ഈ ഭൂമിയിൽ നിന്നെ വിളിക്കുന്ന ആൾക്കാരുണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്കെതിരെ എന്ത് ചെയ്യാണ്, ദുആ ചെയ്യുകയാണ്. ഇതാണ് ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്തായിട്ടുള്ളത്. അത് കഴിഞ്ഞുള്ള സൂറത്ത് സൂറത്തുൽ ജിന്നാണ്. സൂറത്തുൽ ജിന്ന് മക്കിയാണ്. 28 ആയത്തുകളും 2 റുക്കുകളുമാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്തിൻ്റെ പ്രമേയം എന്തെന്നാൽ,
നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതുപോലെ മനുഷ്യരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകരാണോ അതുപോലെ തന്നെ ജിന്നു വർഗത്തിലേക്കും അയക്കപ്പെട്ട പ്രവാചകരാണ്. ഇപ്പം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിന് മുമ്പായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ഇറക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ആകാശ ഭാഗത്തേക്കുള്ള ജിന്നുകളുടെ ആക്സസ്, അതായത് ജിന്നുകൾക്ക് പോകാനുള്ള അനുമതി എന്ത് ചെയ്തു? നിരോധിച്ചു കളഞ്ഞു. ഇപ്പം ജിന്നുകൾക്ക് ഇതിനു മുമ്പ് ആകാശഭാഗത്തേക്ക് യാത്ര ചെയ്യാനും അവിടെ ചെന്ന് മലക്കുകളുടെ സംഭാഷണങ്ങൾ ഒളിഞ്ഞു കേൾക്കാനും ഒക്കെ സൗകര്യമുണ്ടായിരുന്നു. അപ്പോൾ അത് പൂർണ്ണമായിട്ടും നിരോധിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അവർ ആകാശഭാഗത്തേക്ക് പോകുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യും? തീഗോളങ്ങൾ നേരിടേണ്ടി വരുന്നു. തീഗോളങ്ങൾ കൊണ്ട് അവരെ എറിയുന്ന അവസ്ഥ. അങ്ങനെ അവർ പോകാൻ പറ്റാതായപ്പോൾ അവർ പരസ്പരം സംസാരിക്കുകയാണ്. എന്തോ സംഭവിക്കാൻ പോവുകയാണ്. ഇതുവരെ നമുക്ക് ആക്സസ് ഉണ്ടായിരുന്നൊരു ഭാഗമായിരുന്നു, അവിടെ നമുക്കിനി ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം എന്തോ സംഭവിക്കാൻ പോവുകയാണ്, ഭൂമിയിൽ എന്തോ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് നമ്മളെ അങ്ങോട്ട് കയറ്റിവിടാത്തത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ ജിന്നുകൾ ഓരോ ജമാഅത്തുകളായിട്ട് ഇങ്ങനെ ഓരോ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിൽ നിന്ന് മടങ്ങി വന്നത്. ഇത് സൂറത്തുൽ ഹിജ്റിൽ, സാഫാത്തിൽ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് നഖ്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ നബിതങ്ങൾ സുബഹി നിസ്കരിക്കുമ്പോഴാണ് ഒരു സംഘം ജിന്നുകൾ വന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഖുർആൻ്റെ തിലാവത്ത് കേൾക്കുന്നത്. അങ്ങനെ അവർ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവർ മുസ്ലിമീങ്ങളാകുകയും അതിനുശേഷം ഇവർ തങ്ങളുടെ സമുദായത്തിലേക്ക് പോയിക്കൊണ്ട് അവരുമായി നടത്തുന്ന സംഭാഷണമാണ് ഈ സൂറത്തിലുള്ളത്. അപ്പോൾ ഈ സൂറത്തിൽ ആ ജിന്നുകൾ ചെയ്തിരുന്ന ജോലി എന്താണ്? ഇതിനു മുമ്പ് അവരെന്തൊക്കെയാണ് ചെയ്തിരുന്നത്? അതിനുശേഷം ഇവർ ആകാശത്തേക്ക് പോകാൻ പറ്റാതായി, അവിടെ തടസ്സം വന്നു. അപ്പം നമ്മളിങ്ങനെ തേടി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആലോചിച്ചു. അങ്ങനെ ഞങ്ങൾ കണ്ടെത്തിയതാണിത്. തീർച്ചയായിട്ടും ആ പ്രവാചകനെ ഞങ്ങൾ പിൻപറ്റിയിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ആ സമുദായത്തിൽ വലിയൊരു ഭാഗം മുസ്ലിമീങ്ങളാകുന്നു. അവർ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി വീണ്ടും വീണ്ടും വരുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഹദീസിൻ്റെ കിതാബുകൾ പരിശോധിച്ച് നോക്കിയാൽ 5 തവണയോളം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നുകളുടെ ജമാഅത്തുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഹിദായത്തുമായി ബന്ധപ്പെട്ട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ദഅവത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം. അടുത്തത് സൂറത്തുൽ മുസമ്മിലാണ്. 20 ആയത്തുകളും 2 റുക്കുകളുമാണ് ഈ സൂറത്തിലുള്ളത്. മുസമ്മിൽ എന്ന് പറഞ്ഞാൽ പുതപ്പ് മൂടിക്കിടക്കുന്ന വ്യക്തി എന്നാണ് അർത്ഥം. ഇത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ അള്ളാഹു വിളിച്ചൊരു വിളിയാണ് മുസമ്മിൽ. അതുപോലെ തന്നെ അടുത്ത സൂറത്ത് മുദ്ദസിർ, അതിൻ്റെ അർത്ഥവും അത് തന്നെയാണ്, പുതപ്പ് മൂടിക്കിടക്കുന്ന പ്രവാചകരെ എന്ന്. ഇതൊരു സംഭവത്തിലേക്കൊരു സൂചനയാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി വഹി വന്നപ്പോൾ അത് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച് ഖദീജ റളിയല്ലാഹു തആല അടുക്കൽ വരുന്നു. ഖദീജ റളിയല്ലാഹു അടുക്കൽ പറയുന്നു, എനിക്ക് എന്ത് ചെയ്യുക? പുതപ്പ് മൂടി തരിക, എനിക്ക് വിറയ്ക്കുന്നു. അങ്ങനെ ആ പുതപ്പ് മൂടി കൊടുക്കുന്നു. അപ്പോൾ അതിലേക്കൊരു സൂചന ഈ പറഞ്ഞ നാമത്തിലുണ്ട്. അപ്പോൾ നബി തങ്ങളെ വാത്സല്യത്തോടു കൂടെ വിളിച്ചുകൊണ്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്വം കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ പറയുകയാണ്. അതിൽ തന്നെ ഈ സൂറത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് തഹജ്ജുദ് നമസ്കാരത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന സൂറത്താണ് ഈ സൂറത്ത്. അപ്പോൾ തുടക്കത്തിൽ തഹജ്ജുദ് നമസ്കാരം മുഫസ്സിരിങ്ങൾ കൂടുതൽ പേര് പറയുന്നത് സഹാബാക്കൾക്കും നബിതങ്ങൾക്കും എല്ലാവർക്കും ഫറലായിരുന്നു എന്നാണ്. അത് തന്നെ രാത്രിയുടെ നല്ല ഒരു ഭാഗം തഹജ്ജുദ് നമസ്കാരത്തിൽ തന്നെ കഴിഞ്ഞുകൂടണമായിരുന്നു. കാരണം ആ തഹജ്ജുദ് നമസ്കാരം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ദീനനുസരിച്ച് ജീവിക്കാൻ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ പ്രയോജനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നഫ്സിൻ്റെ താല്പര്യങ്ങളെ ഏറ്റവും നല്ലതുപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഏത്? തഹജ്ജുദ് നമസ്കാരം എന്നത്. അപ്പോൾ അത്രയും പ്രത്യേകത ഈ തഹജ്ജുദ് നമസ്കാരത്തിലുണ്ട്. അപ്പോൾ രാത്രിയുള്ള താങ്കളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം താങ്കൾ നിർവഹിക്കണമെങ്കിൽ അത് താങ്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം താങ്കൾ ഏറ്റെടുക്കണമെങ്കിൽ താങ്കളുടെ ഹൃദയത്തിൽ നൂറ് പൂർണ്ണമായും ആ നൂറുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് വലിയ ഒരു കലാം, സനുൽഖി അലൈക ഖൗലൻ സഖീല, ഭാരമുള്ള ഒരു വാക്ക്, അത് പരിശുദ്ധ ഖുർആനാണ്, അത് താങ്കൾക്ക് ഇട്ട് തരികയാണ്. അപ്പോൾ അത് എടുക്കാനുള്ള പവർ ഉണ്ടാകണമെങ്കിൽ രാത്രിയുള്ള തഹജ്ജുദ് നമസ്കാരത്തിലൂടെയാണ് ആർജിച്ചെടുക്കേണ്ടത്.
അതുകൊണ്ട് ആ നമസ്കാരത്തിൻ്റെ മഹത്വം, അതിൻ്റെ പ്രാധാന്യം, അതുപോലെ തന്നെ ആ നമസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പരിശുദ്ധ ഖുർആൻ്റെ പാരായണം എന്നത്. അപ്പം കാരണം ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് പിന്നെ ആദ്യ ഭാഗത്ത് 1/3 വരെ, ആ രാത്രിയുടെ പകുതിയോ അല്ലെങ്കിൽ 1/3 വരെ ഇബാദത്ത് ചെയ്യാനാണ് കൽപ്പിച്ചതെങ്കിലും ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നറിയാം, അതുകൊണ്ട് നിങ്ങൾക്ക് കഴിവിൻ്റെ അത്രയും രാത്രിയുടെ ഒരു ഭാഗം നിങ്ങൾ നമസ്കരിച്ചാൽ മതി, 1/3 വേണ്ട എന്ന്. അപ്പോൾ ആ 1/3 നിർബന്ധമായെങ്കിലും പിന്നെ ഈ സൂറത്ത് അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് 1/3 വേണ്ട, നിങ്ങൾ കൊണ്ട് കഴിയുന്ന അത്ര മതി എന്നുള്ളതാണ്. അതിനുശേഷം ഈ 5 വഖ്ത് നമസ്കാരം ഫർളായപ്പോൾ ഈ പറയപ്പെട്ട തഹജ്ജുദ് നമസ്കാരത്തിൻ്റെ ആ നിർബന്ധതയും എടുത്തു മാറ്റുകയുണ്ടായി. അത് പിന്നെ മുസ്തഹബ് മാത്രമാകുകയും ചെയ്യുകയുണ്ടായി. ഇത് സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളമാണ്. അപ്പം ഈ നമസ്കാരത്തിൽ പരിശുദ്ധ ഖുർആൻ്റെ പാരായണവും അത് ഏറ്റവും കൂടുതൽ ഹൃദയ സാന്നിധ്യം ഉണ്ടാകുന്നതാണ്. സാധാരണ സമയത്ത് എപ്പോഴും ശബ്ദ കോലാഹലങ്ങളൊക്കെ ഉണ്ടാകും. അതേസമയം രാത്രി എപ്പോഴും ഒരു ശാന്തതയാണ്. കൂടുതൽ നേരം നമുക്കൊരു കാര്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ് ആകാതെ ഒരുപാട് നേരം അതിൽ വ്യാപൃതനാകാൻ പറ്റും. അപ്പം നമസ്കാരത്തിൽ പ്രത്യേകിച്ച് തിലാവത്തിൽ ഖുർആനിൽ കൂടുതൽ നേരം നമുക്ക് വ്യാപൃതനാകാൻ പറ്റും. അതാണ് ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്തായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. സൂറത്തുൽ മുദ്ദസിർ മക്കിയായ സൂറത്താണ്. 56 ആയത്തുകളും 2 റുക്കുവുമാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്തിൻ്റെ തുടക്കവും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വാത്സല്യത്തോടുകൂടി അള്ളാഹു വിളിക്കുകയാണ്, യാ അയ്യുഹൽ മുദ്ദസിർ, പുതപ്പ് മൂടിക്കിടക്കുന്ന പ്രവാചകരെ എന്ന് പറഞ്ഞുകൊണ്ട്. ശേഷം തങ്ങളുടെ ദൗത്യത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ദൗത്യത്തെക്കുറിച്ച് പറയുന്നു, അതുപോലെ തന്നെ ക്ഷമ കൈക്കൊള്ളാൻ വേണ്ടി പറയുന്നു. മക്ക മുശ്രിക്കീങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ താങ്കൾ ക്ഷമ കൈക്കൊള്ളാൻ വേണ്ടി പ്രത്യേകം എടുത്തു പറയുകയാണ്. അതിനുശേഷം പാപികൾക്കുള്ള ശിക്ഷയെ, അവരുടെ താക്കീത്, ശിക്ഷ കിട്ടുമെന്ന താക്കീത് അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി എന്ത് ചെയ്യുന്നു, പറയുന്നു. പിന്നെ ഒരു ശത്രുവിനെ കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മറ്റുള്ള സൂറത്തുകളിലും, ഒരു വ്യക്തിയെ മാത്രമായിട്ടല്ല അത് ഉദ്ദേശിക്കുന്നത്, ഒന്നിൽ കൂടുതൽ പേര്, അതേ സ്വഭാവമുള്ള ഒന്നിൽ കൂടുതൽ പേരുണ്ടാകും. അതുകൊണ്ട് തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രശ്നക്കാരനായ വ്യക്തി, അയാളുടെ കുറേ സ്വഭാവങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് ചിലർ വലീദ് ബിൻ മുഗീറയാണ്, അത് ചിലർ പറയുന്നത് അഹ്നസ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാവരും ആകാൻ സാധ്യതയാണ്. ബഹുമാനപ്പെട്ട ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം ഈ വിഷയം പറയുന്നുണ്ട്. ഇത് ഒരു വ്യക്തിയെ മാത്രമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല. ഈ സ്വഭാവമുള്ള എല്ലാവരും ഈ താക്കീദിന്, അള്ളാഹു നൽകിയിരിക്കുന്ന ഈ താക്കീത് അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. അപ്പം ഇവർ കുറേ ആലോചിച്ചു. അതിനുശേഷം ഇതെങ്ങനെ പ്രവാചകനെ നമുക്ക് ജനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കണം, അതായത് അല്ലെങ്കിൽ ജനങ്ങളെ എങ്ങനെ ഈ പ്രവാചകനിൽ നിന്ന് എന്ത് ചെയ്യണം, പിന്തിരിപ്പിക്കണം. അങ്ങനെ അവസാനം ഇവരിത് ഒരു മാരണമാണ് എന്ന് പറഞ്ഞു. ഇതൊരു മനുഷ്യൻ്റെ വാക്ക് മാത്രമാണ്, ഇതൊരു മാരണമാണ്, അല്ലെങ്കിൽ ഇതൊരു പദ്യമാണ് എന്നൊക്കെയുള്ള രീതിയിൽ അവർ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ ആ ആരോപണങ്ങൾ ഉന്നയിച്ചതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി അവർക്ക് നാളെ ആഖിറത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ശിക്ഷയുടെ ഭാഗങ്ങളാണ് പിന്നെ പറയുന്നത്. ശേഷം അള്ളാഹു ചന്ദ്രനെയും അതുപോലെ തന്നെ രാത്രിയെയും പ്രഭാതത്തെയെല്ലാം സത്യം ചെയ്ത് പറയുകയാണ്, ഇത് വലിയൊരു സംഭവമാണ് ഖിയാമത്ത് നാൾ എന്നത്. അപ്പം ഈ നരകത്തിലുള്ള ശിക്ഷയുമൊക്കെ വലിയ വലിയ സംഭവങ്ങളിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം പരിശുദ്ധ ദീൻ സ്വീകരിക്കുക, വേണ്ട എങ്കിൽ നിങ്ങൾ പുറകോട്ട് പോക്കുള്ളത്. അതിനുശേഷം ഒരു വിഷയം പറയുന്നുണ്ട്, ഓരോ നഫ്സും പണയപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ എല്ലാ നഫ്സുകളും പണയപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ അത് വന്നതാണ്. അപ്പം നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ അമലുകൾ ചെയ്യണം. സാധാരണ നമ്മൾ ഒരാൾക്ക് കടം കൊടുത്തു കഴിയുമ്പോൾ എന്തെങ്കിലും സാധനം ഒരു ഉറപ്പിന് വേണ്ടി എന്ത് ചെയ്യും, പണയത്തിന് വേണ്ടി മേടിച്ചു വെക്കാറുണ്ട്. അപ്പോൾ ഈ പണയത്തിന് വേണ്ടി മേടിച്ചു വെക്കുമ്പോൾ ആ പൈസ തിരിച്ചു തരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ പണയ വസ്തു നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. ഇനി പൈസ തന്നില്ലെങ്കിൽ ഈ പണയ വസ്തു വിറ്റിട്ട് നമ്മുടെ കാശ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. എന്നതുപോലെ അമലെ സാലിഹാത്തിലൂടെയും ഈമാനും അമലെ സാലിഹാത്തിലൂടെയും നാളെ ആഖിറത്തിലേക്ക് അവൻ തിരിച്ചു പോയില്ലെങ്കിൽ ഈ ശരീരം എന്നത് നരകത്തിൻ്റെ വിറകുകൊള്ളിയായി മാറുകയാണ്. അതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതിനുശേഷം അവരുടെ നരകനിവാസികളുടെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്ന, നരകനിവാസികളുടെ ശിക്ഷ കിട്ടാത്ത അസ്ഹാബുൽ യമീനായ ആൾക്കാർ, അതായത് കിതാബുകൾ വലത് കയ്യിൽ നൽകപ്പെട്ട ആൾക്കാരുണ്ടാകും, ഈമാനും അമൽ സാലിഹാത്തും ചെയ്തവർ. അവർ നരകനിവാസികളെ കുറിച്ച് ചോദിക്കും, അവരുടെ അവസ്ഥ എന്താണ്. അപ്പോൾ അവരോട് തന്നെ ചോദിക്കും നരകനിവാസികളോട്, നിങ്ങൾ എങ്ങനെയാണ് നരകത്തിൽ പോയത്, നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന്.
അപ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യമാണ് ലം നക്കു മിനൽ മുസല്ലി, ഞങ്ങൾ നമസ്കരിക്കത്തില്ലായിരുന്നു. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് വലം നകുനു തുഇമുൽ മിസ്കീൻ, പാവപ്പെട്ടവർക്ക്, അഗതികൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കില്ലായിരുന്നു. അപ്പം അതായിരുന്നു ഞങ്ങളുടെ പ്രശ്നം. അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രശ്നമായിട്ട് അവർ പറയുന്നു വകുന്നാ നഖൂദു മഅൽ ഖായിളീൻ, വഴികേടിനെ അനുകൂലിക്കുന്നവരായിരുന്നു ഞങ്ങൾ വഴികേട് ഏതൊരു സമുദായമാണോ ഈ തെറ്റിലും അതിലുമൊക്കെ എന്ത് ചെയ്യുന്ന മുഴുകിയിരിക്കുന്നത്, ഞങ്ങളും അവരോടൊപ്പം തന്നെ ഞങ്ങളും കഴിഞ്ഞുകൂടി, ഞങ്ങൾ അതിനെ അനുകൂലിച്ച് ജീവിച്ചു എന്ന രീതിയിൽ അവരുടെ പ്രശ്നങ്ങൾ അവർ നാളെ എന്ത് ചെയ്യുന്നു, സ്വർഗ്ഗനിവാസികളോട് ഈ നരകനിവാസികൾ പറയുന്ന ആ രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി എന്ത് ചെയ്യുന്നു, ഈ സൂറത്തിലൂടെ എന്ത് ചെയ്യുന്നു, പറയുകയാണ്. അടുത്ത സൂറത്ത് സൂറത്തുൽ ഖിയാമയാണ്. മക്കി സൂറത്ത് തന്നെയാണിതും. 40 ആയത്തുകളും 2 റുക്കുകളുമാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്തിൻ്റെ പേര് പോലെ തന്നെ ഈ സൂറത്തിൻ്റെ പ്രമേയം തന്നെ മരണാനന്തര ജീവിതമാണ്. നമുക്കറിയാം ഈമാൻ്റെ മർമ്മപ്രധാനമായ ഒരു ഘടകമാണ് മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം എന്നത്. അപ്പം ഈ സൂറത്തിലും ഖിയാമത്ത് നാളിലെ കഷ്ടപ്പാടുകൾ, ഖിയാമത്ത് നാളിൽ സംഭവിക്കാവുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് പറയുകയാണ്. അതുപോലെ തന്നെ മരണ സമയത്ത് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവൻ അഭിമുഖീകരിക്കുന്നത്, അതിനെക്കുറിച്ചും ഈ സൂറത്തിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. സൂറത്തിൻ്റെ തുടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നത് ഖിയാമത്ത് നാളിന് ശേഷം നഫ്സുൽ ലവ്വാമ എന്നൊരു നഫ്സിനെ കൊണ്ടാണ്. നഫ്സുൽ ലവ്വാമ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് തടയുന്ന നഫ്സ് എന്നാണ് അർത്ഥം. മറ്റു തെറ്റുകൾ ചെയ്യുമ്പോൾ ആ നഫ്സ് ആ മനുഷ്യനെ ആക്ഷേപിക്കും. അപ്പോൾ തെറ്റ് ചെയ്യുന്നതിനെ പ്രേരിപ്പിക്കാത്ത നഫ്സ്. വേറൊരു നഫ്സുണ്ട്, നഫ്സുൽ അമ്മാറ, തെറ്റ് ചെയ്യാൻ കൽപ്പിക്കുന്ന നഫ്സ്. അപ്പോൾ ഇവിടെ ഈ നഫ്സിനെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സത്യം ചെയ്യുന്നത്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്ര തെറ്റ് ചെയ്താലും ഒരു കുറ്റബോധം ഉണ്ടാവും. അത് അവൻ്റെ ആ നഫ്സുൽ ലവ്വാമയാണ് ആ കുറ്റബോധം അവന് തോന്നിപ്പിക്കുന്നത്. ശേഷം അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കുറിച്ച് പറയുകയാണ്, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്, അതുപോലെ തന്നെ അവൻ്റെ വിരലുകളെ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിപ്പെടുത്തുന്നു. നമുക്കറിയാവുന്നതാണ്, എത്ര കോടി ജനങ്ങളുണ്ടെങ്കിലും ഓരോരുത്തരുടെയും ഫിംഗർ പ്രിൻ്റ് വെവ്വേറെയാണ്. അതാണ് വിരൽ പുച്ഛത്തെ പോലും നേരെയാക്കാൻ കഴിവുള്ളവനാണ് അവനെന്ന്. എങ്ങനെ നമ്മൾ ഈ ഭൂമുഖത്ത് ജീവിച്ചോ, അള്ളാഹു സുബ്ഹാനഹു വ തആല മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലുകളായി പോയാലും, എങ്ങനെ മണ്ണായി നുരുമ്പിപ്പോയാൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലുകളെ ഒരുമിച്ച് കൂട്ടും. എല്ലാം കൃത്യമായിട്ട് അവൻ്റെ വിരൽ പുച്ഛം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയാക്കും എന്ന് ഈ സൂറത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു നിർദ്ദേശം, തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ഒരു ഭയമുണ്ടായിരുന്നു. ഈ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ആയത്തുകൾ എനിക്കിങ്ങനെ ഇറക്കി തരുന്ന സമയത്ത് ഇത് മറന്നു പോകുമോ എന്നൊരു പേടി തങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തങ്ങൾ ഇത് ആവർത്തിച്ച് ഓതിക്കൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പോൾ ഇത് മറന്നു പോകാതിരിക്കാൻ ഓതുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളോട് പറഞ്ഞു, ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, ധൃതിപ്പെട്ട് നബിയെ താങ്കൾ ഇങ്ങനെ ഇത് കൂടെ ഓതേണ്ട കാര്യമില്ല. കാരണം ഇത് ക്രോഡീകരിക്കേണ്ടതും ഇതിൻ്റെ പാരായണവും എല്ലാം നാം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് വിശദീകരണം എല്ലാം നമ്മളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ താങ്കൾക്ക് കൃത്യമായി താങ്കളുടെ മനസ്സിൽ ഓരോന്നും തോന്നിപ്പിച്ച് തരും. അതനുസരിച്ച് താങ്കൾ തങ്ങളുടെ സമുദായത്തെ സംസ്കരിക്കുക എന്നുള്ളതാണ് താങ്കളുടെ ഉത്തരവാദിത്വം. താങ്കൾ ഒരിക്കലും ഈ ഖുർആൻ മറന്നു പോകില്ല എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാശ്വസിപ്പിക്കുന്ന ഒരു ഭാഗമാണ് അടുത്ത ഭാഗം. അത് കഴിഞ്ഞ് 2 കൂട്ടം ആൾക്കാരാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന്, 2 അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്കും എന്തായവർ, അർഹരായവർ. അതിൽ ഒന്നാമത്തേത് വിജയികളാണ്. അവരുടെ മുഖം ആ സമയത്ത് വളരെ പ്രസന്നമായിരിക്കും. അവർക്ക് അവരുടെ റബ്ബിനെ തന്നെ കാണാനുള്ള തൗഫീഖ് അവർക്ക് കിട്ടും. മറ്റൊരു കൂട്ടരുടെ മുഖം ആകെ കരിവാളിച്ചിട്ടുണ്ടാകും. അവരാഗ്രഹിക്കും മരണം വന്നാൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങളാണ് പിന്നെ ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. രണ്ടാമത്തെ കൂട്ടരുടെ മുഖം കരുവാളിച്ചിട്ടുണ്ടാകും. അവർക്ക് മരണാസന്നമാകുന്ന സമയത്ത് തന്നെ കാര്യം മനസ്സിലാകും. എല്ലാ യാഥാർത്ഥ്യങ്ങളും അവർക്ക് കൃത്യമായി മനസ്സിലാകും. അവർക്ക് മനസ്സിലാകും എന്തോ ഒടിച്ചു കളയുന്ന എന്തോ സംഭവം നമുക്കിനി വരാൻ പോകുന്നു എന്ന്. അപ്പോൾ അങ്ങനെ അവരുടെ കാലുകൾ പരസ്പരം പിണയും. ഒരാൾ മരിക്കുന്ന അയാളുടെ മുമ്പിൽ വെച്ച് ആരെങ്കിലും മന്ത്രിക്കാനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതായ ഒരു രംഗമാണത്.
അപ്പോൾ അവരുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഒന്ന്, അവർ സദഖ ചെയ്തിരുന്നില്ല, നമസ്കരിച്ചിരുന്നില്ല, അവർ നബിതങ്ങളെ നിഷേധിച്ച് തള്ളി, അവർ നബിതങ്ങൾ അവരെ അങ്ങോട്ട് ദഅവത്ത് ചെയ്തപ്പോൾ അവർ പിന്തിരിഞ്ഞു പോയി. ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നം. അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ പേരിലാണ് ഈ അവസ്ഥയിൽ അവരെത്തിയത്. ശേഷം അള്ളാഹു പറയുകയാണ്, മനുഷ്യനെ വെറുതെ അള്ളാഹ് വിട്ടുകളയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? മനുഷ്യനെ കൃത്യമായി ഘട്ടം ഘട്ടമായി അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. അങ്ങനെ ആണും പെണ്ണുമായ ഇണകളാക്കി ഇങ്ങനെയെല്ലാം കൃത്യമായി അവനെ സൃഷ്ടിച്ച ഒരു മനുഷ്യന് വെറുതെ അങ്ങ് ആകസ്മികമായി അവൻ ജനിച്ചു, അങ്ങ് വളർന്നു, അങ്ങ് മരിച്ചു, അങ്ങനെ തീർന്നു എന്നൊരിക്കലും വിചാരിക്കരുത്. തീർച്ചയായിട്ടും ഇതെല്ലാം ചെയ്ത ഒരുത്തന് രണ്ടാമത് മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവുമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് അവസാനിക്കുകയാണ്. അടുത്തത് സൂറത്തു ദഹ്റാണ്. ഇത് മക്കിയാണോ മദനിയാണോ എന്നതിൽ അഭിപ്രായ ഭിന്നതയുണ്ട് മുഫസ്സിരീങ്ങളുടെ ഇടയിൽ. പക്ഷേ ഇതിൽ പരാമർശിക്കുന്ന ഇതിൻ്റെ വിഷയങ്ങൾ മുഴുവനും മക്കി സൂറത്തിലെ വിഷയങ്ങൾ തന്നെയാണ്. 31 ആയത്തുകളും 2 റുക്കുവുമാണ് ഈ സൂറത്തിലുള്ളത്. ഇമാം മുസ്ലിം റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്ത് ജുമായുടെ സുബഹിക്ക് ഓതുമായിരുന്നു. ആദ്യത്തെ റക്കായത്തിൽ അലിഫ് ലാം മീം സജദയും രണ്ടാമത്തെ റക്കായത്തിൽ ഈ സൂറത്തു ദഹർ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമായുടെ സുബഹി നമസ്കാരത്തിൽ ഓതുമായിരുന്നു എന്ന് മുസ്ലിമിലെ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഈ ഹദീസിൽ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു പല ഘട്ടങ്ങളിലായിട്ട്. ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയും അവന് കേൾവിയും കാഴ്ചയെല്ലാം കൊടുക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ആ മനുഷ്യർ തന്നെ രണ്ടായിട്ട് വിഭജിക്കുകയാണ്, ഒന്ന് നന്ദിയുള്ളവരും പിന്നൊന്ന് നന്ദി കെട്ടവരുമായിട്ട്. അപ്പോൾ അതിൽ നന്ദി കെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച്, ചങ്ങലയും വിലങ്ങും അതുപോലെ തന്നെ നരകാഗ്നിയുമൊക്കെ അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. എന്നാൽ നന്ദിയുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ അനുഗ്രഹങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഓരോന്നായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ അവരുടെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. അവർ നേർച്ചകൾ പൂർത്തിയാക്കിയിരുന്നു, അതായത് കരാറുകളെ പൂർത്തിയാക്കിയവരാണ്. അതുപോലെ തന്നെ നാളെ ആഖിറത്തെക്കുറിച്ചുള്ള ഭയം അവർക്കുണ്ടായിരുന്നു. പാവങ്ങൾക്കും യതീമീങ്ങൾക്കും അതുപോലെ തന്നെ തടവിലുള്ളവർക്കുമൊക്കെ അവർ ആഹാരം കൊടുക്കുമായിരുന്നു, അവരെ ഭക്ഷിപ്പിക്കുമായിരുന്നു. ഇതെല്ലാം അവർ ചെയ്തത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തെ ഒരു രീതിയിലുള്ള ഉപദ്രവവും അവർക്കുണ്ടാവില്ല. എല്ലാത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കാക്കുകയും സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നായിട്ട് അവർക്ക് കൊടുക്കുകയും ചെയ്യും. ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ സൂറത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. സ്വർഗത്തിൽ കൊടുക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. അതിനുശേഷം ദുനിയാവിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായ പരിശുദ്ധ ഖുർആനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിച്ചതിനെക്കുറിച്ച് പറയുന്നു. അതുകൊണ്ട് തന്നെ കാഫിരീങ്ങൾ പറയുന്നത് താങ്കൾ ചെവിക്കൊള്ളേണ്ടതില്ല, താങ്കൾ അള്ളാഹിൻ്റെ തീരുമാനത്തിന് വേണ്ടി ക്ഷമ കൊള്ളണം, നാമാണ് ഈ പരിശുദ്ധ ഖുർആൻ ഇറക്കിയതെന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിക്കുകയും അള്ളാഹുവിൻ്റെ ദിക്റിൽ വ്യാപൃതനാകാൻ പറയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സൂറത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് തഹജ്ജുദ് നമസ്കാരത്തെക്കുറിച്ച് വീണ്ടും ഈ സൂറത്തിൽ പറയുന്നുണ്ട്, രാത്രിയുള്ള നമസ്കാരം. എന്തെന്നാൽ രാവിലെയുള്ള താങ്കളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ദഅവത്ത്, അതിന് ഏറ്റവും കൂടുതൽ പ്രചോദനം, അതിന് ഊർജം കിട്ടുന്നത് താങ്കളുടെ രാത്രിയുള്ള ഇബാദത്താണ്. അതുകൊണ്ട് രാത്രിയുള്ള ഇബാദത്തിൽ താങ്കൾ വ്യാപൃതനാകാനും പറയുന്നു. പിന്നെ കാഫിരീങ്ങളുടെ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അവർ ദുനിയാവിൽ മതിമറഞ്ഞു ജീവിക്കുന്നു, ആഖിറത്തെ മറന്നു കളയുന്നു. അപ്പോൾ അവരോട് പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു വേണമെങ്കിൽ നിങ്ങളെ മുഴുവനും നശിപ്പിച്ചിട്ട് വേറൊരു സമുദായത്തെ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അല്ലാഹു എന്ന് പറയുകയും ഈ പരിശുദ്ധ ഖുർആൻ അത് ഗുണപാഠമാണ്, അതുകൊണ്ട് ആഗ്രഹിക്കുന്നവർ അത് സ്വീകരിച്ചു കൊള്ളട്ടെ, അത് എടുത്തുകൊള്ളട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ശേഷം അല്ലാഹു തീരുമാനിക്കുന്നവർക്ക് മാത്രമേ ഹിദായത്ത് കിട്ടൂ, അവൻ തീരുമാനിക്കുന്നവർക്ക് മാത്രമേ ഈ ഖുർആൻ എന്ത് ചെയ്യാൻ പറ്റൂ, അവൻ തീരുമാനിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാൻ പറ്റില്ല എന്നും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അടുത്ത സൂറത്തുൽ മുർസലാത്താണ്. ഇത് മക്കി സൂറത്താണ്. 50 ആയത്തുകളും 2 റുക്കുകളുമാണുള്ളത്. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 5 സത്യങ്ങളാണ് ചെയ്യുന്നത്. ഇതിൽ കാറ്റുകളെക്കുറിച്ചും അതുപോലെ തന്നെ മലക്കുകളെക്കുറിച്ചുമാണ് സത്യം. അതിൽ കാറ്റ് തന്നെ മനുഷ്യന് ഉപകാരപ്പെടുന്ന രീതിയിലുമുണ്ട്,
അതുപോലെ തന്നെ അവന് ഉപദ്രവമാകുന്ന രീതിയിലും കാറ്റുണ്ട്. മലക്കുകൾ കൊണ്ടുവരുന്ന വഹിയ് അതനുസരിച്ച് ജീവിക്കുന്നവർക്ക് അത് ഉപകാരപ്പെടും, അതിനെ പുച്ഛിച്ച് തള്ളുന്നവർക്ക് അതൊരു ഉപദ്രവമായി മാറും എന്നുള്ളതും ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ചുരുക്കത്തിൽ ഈ സത്യം ചെയ്തുകൊണ്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നമാ തുഅദൂന ലവാഖിഅ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സംഭവം അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് പറഞ്ഞത്. ശേഷം ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയുകയാണ്. നക്ഷത്രങ്ങളുടെ പ്രകാശം കെട്ടുപോകുന്നു, ആകാശം പിളരുന്നു, പർവ്വതങ്ങൾ പൊടിയുന്നു, അതുപോലെ തന്നെ പ്രവാചകന്മാരെ എല്ലാവരെയും ഒരു നിശ്ചയമായ സമയത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. കാരണം കാഫിരീങ്ങളൊക്കെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചിരുന്നത് ഇത് ഏത് ദിവസത്തേക്ക് വേണ്ടിയാണ് ഒരുമിച്ച് കൂട്ടുന്നതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ തീരുമാനത്തിൻ്റെ ദിവസത്തേക്ക് വേണ്ടിയാണ് എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നതെന്ന് പറയുന്നു. ശേഷം തീരുമാനത്തിൻ്റെ ദിവസം എന്താണ്, അതെന്താണെന്ന് അറിയുമോ നബിയെ? ഈ കാര്യങ്ങൾ പറയുന്ന ഈ ഇടയിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ ഏകദേശം 10 തവണ വൈലുൻ യൗമൈദിൽ ലിൽ മുക്കദ്ദിബീൻ എന്ന് പറയുന്നുണ്ട്. സത്യനിഷേധികൾക്ക് അന്നേ ദിവസം സർവനാശമാണ് എന്ന്. ഇത് ഈ ദിവസത്തിൻ്റെ ഭയാനകതയെക്കുറിച്ച് പറയുമ്പോഴും ആ ദിവസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും കാഫിരീങ്ങൾക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം കൃത്യമായി ഇടയ്ക്കിടയ്ക്ക് ഈ വിഷയം അള്ളാഹു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നിഷേധികൾക്ക്, സത്യനിഷേധികൾക്ക് അന്നേ ദിവസം സർവനാശമാണ് എന്ന്. ശേഷം സത്യനിഷേധികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വാണിംഗ് കൊടുക്കുകയാണ്. മുൻഗാമികളെ നാം നശിപ്പിച്ച് കളഞ്ഞില്ലേ? ഓരോരുത്തർ വലിയ വലിയ ശക്തന്മാരാണ് എന്ന് പറഞ്ഞവരെയൊക്കെ നാം നശിപ്പിച്ച് കളഞ്ഞില്ലേ? അതിനുശേഷം അടുത്ത സമുദായം വന്നു, അവരെയും നാം നശിപ്പിച്ചില്ലേ? അപ്പോൾ കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് ഇതാണ് അവർക്ക് പ്രതിഫലം, ഇങ്ങനെയാണ് നാം അവരോട് പ്രവർത്തിക്കുന്നത് എന്ന് അള്ളാഹു പറയുന്നു. ശേഷം മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുന്നു. ഘട്ടം ഘട്ടമായിട്ട് സൃഷ്ടിച്ചു. അതുപോലെ തന്നെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച ഭൂമിയിലെ സംവിധാനങ്ങളെക്കുറിച്ച് പറയുന്നു. അതിലെ പർവ്വതത്തെക്കുറിച്ചും അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെള്ളം നൽകിയതിനെക്കുറിച്ചെല്ലാം കൃത്യമായി എന്ത് ചെയ്യുന്നു, പറയുന്നു. ശേഷം ഈ പറയപ്പെട്ട സത്യനിഷേധികളോടായിട്ട് നരകത്തിലേക്ക് പോകാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ സത്യനിഷേധികൾ ഖിയാമത്ത് നാളിൽ അവരോട് കൽപ്പിക്കപ്പെടുകയാണ്, നിങ്ങൾ നരകത്തിലേക്ക് പൊക്കൊള്ളുക എന്ന്. പിന്നെ നരകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ച് പറയുകയാണ്. ഒരു തണലുമില്ല, അതുപോലെ തന്നെ അതിൽ നിന്ന് ആളിക്കത്തുന്ന തീ വലിയ വലിയ കൊട്ടാരങ്ങൾ പോലെയാണ്. പിന്നെ ആ തീയിൽ നിന്ന് പോകുന്ന ശാഖകൾ, അതായത് വലിയ വലിയ തീപ്പൊരികളെന്ന് പറയുന്നത് തന്നെ ഒട്ടകങ്ങളെപ്പോലെയാണ്. ഈ രീതിയിൽ ഭയാനകരമായ തീയാണ് ഈ നരകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതിലേക്കാണ് ഈ സത്യനിഷേധികളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പോകാൻ വേണ്ടി പറയുന്നത്. അതേസമയം മുത്തഖീങ്ങൾ അവർ തണലിലും അരുവികളിലുമായി വളരെ സന്തോഷത്തോടു കൂടിയുള്ള ജീവിതമാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ഫലങ്ങൾ കിട്ടും. അവർ മംഗളകരമായ ജീവിതം, അവർക്ക് തിന്നാനും കുടിക്കാനും യഥേഷ്ടം അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക എന്ന് പറയും. കാരണം അള്ളാഹുവിനനുസരിച്ച മുഹ്സിനീങ്ങൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതേസമയം നിഷേധികൾക്ക് വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ദുനിയാവിൽ നിങ്ങൾ കുറേയൊക്കെ ആസ്വദിച്ചു കൊള്ളുക, ആഖിറത്തിലേക്ക് വരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കാത്തിരിക്കുന്നത് വലിയ ശിക്ഷയാണ്. കാരണം അവരോട് ദുനിയാവിൽ വെച്ച് നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ അവർ നമസ്കരിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ആഖിറത്തിൽ അതിന് അവരെന്ത് ചെയ്യേണ്ടി വരും? ശിക്ഷ അഭിമുഖീകരിക്കേണ്ടി വരും. ഇതെല്ലാം കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം അവസാനമായി അള്ളാഹു പറയുകയാണ്, ഫബി അയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ. ഇത്രയും വലിയ ഗ്രന്ഥം നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ അതിനെ വിശ്വസിച്ചില്ലെങ്കിൽ ഇതിനപ്പുറം നിങ്ങൾ ഇനി എന്താണ് വിശ്വസിക്കാൻ പോകുന്നത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അതോടുകൂടി ഈ സൂറത്ത് അവസാനിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.